വിധി ചിലപ്പോൾ അങ്ങനെയാണ്. ഏറ്റവും വലിയ സന്തോഷങ്ങൾക്കിടയിലായിരിക്കും തീരാത്ത ദുഃഖങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോവുക. അത്തരത്തിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രവാസ ലോകത്തു നിന്നും പുറത്തു വന്നത്. നിമിഷ നേരം കൊണ്ടാണ് സന്തോഷത്തോടെ യാത്ര തിരിച്ച ഒരു കുടുംബത്തെ പ്രകൃതി ക്രൂരമായി വേട്ടയാടിയത്. അതിനു പിന്നാലെ നഷ്ടമായതാകട്ടെ 2 വിലപ്പെട്ട ജീവനുകളുമാണ്. ഒമാനിലെ മിന്നൽ പ്രളയം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും തൃത്താല എന്ന നാട് ഇനിയും മുക്തരായിട്ടില്ല. തൃത്താല കോട്ടപ്പാടം സ്വദേശി മാളിയേക്കൽ ഷംല ലുബിഷാദ്, തൃത്താല തച്ചറത്തൊടിയിൽ ഫഹദ് യൂസഫ് എന്നിവരാണ് അതിദാരുണമായി മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരോടൊപ്പം പെരുന്നാൾ ആഘോഷിച്ച് മടങ്ങി വരവെയായിരുന്നു വിധി അവരെ കവർന്നെടുക്കുന്നത്. യാത്രകളെ അത്രമേൽ പ്രണയിച്ചിരുന്ന ആളായിരുന്നു ഷംല. ഭർത്താവ് ലുബിഷാദിനും മക്കൾക്കുമൊപ്പം ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴും ആ നിമിഷങ്ങളെല്ലാം സുഹൃത്തുക്കളുമായി ഷംല എപ്പോഴും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. 11 വർഷമായി ലുബിഷാദിനൊപ്പം പ്രവാസലോകത്ത് തണലായി നിന്നവളായിരുന്നു ഷംല. ബർക്കയിലെ സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു ദുരന്തം സംഭവിക്കുന്നത്. പെട്ടെന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ റോഡിന് കുറുകെ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ ആ വാഹനത്തെ കിലോമീറ്ററുകളോളം ദൂരേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി. ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം തകിടമറിഞ്ഞത്. ഈ വാർത്തയിൽ ഏറ്റവും കൂടുതൽ ഉള്ളുലയ്ക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന ആ പിഞ്ചുമക്കളുടെ അവസ്ഥയാണ്. 9 വയസ്സുകാരി ഫാദുലിയും 5 വയസ്സുകാരി ഫെബയും. തങ്ങളുടെ ഉമ്മ ഇനിയും തിരിച്ചുവരില്ലെന്ന് ആ കുരുന്നുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കൺമുന്നിൽ പ്രളയം ഉമ്മയെ കവർന്നെടുത്തത് കണ്ട ആ പിഞ്ചു മനസ്സുകൾ എത്രത്തോളം ഭയന്നിട്ടുണ്ടാകും. തകർന്നുപോയ ലുബിഷാദിന് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല. ഉമ്മയെവിടെ എന്ന ചോദ്യത്തിനു മുന്നിൽ മറുപടിയില്ലാതെ അദ്ദേഹം വിതുമ്പുകയാണ്. സ്നേഹനിധിയായ ഒരു ഉമ്മയുടെ തണലാണ് ആ മക്കൾക്ക് എന്നേക്കുമായി നഷ്ടമായത്. ഇവരുടെ കുടുംബ സുഹൃത്തു കൂടിയാണ് ഈ അപകടത്തിൽ വിടവാങ്ങിയ ഫഹദ് യൂസഫ്. ഫഹദിന്റെ ഭാര്യ ഫർസുവിനും മക്കളായ ഹാനിക്കും നാസിമിനും ഈ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൂടാതെ ഫഹദിന്റെ മാതാവ് റംലത്തിനെ ഇതുവരെയും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ലുബിഷാദും മക്കളുമടക്കം 6 പേരാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. യൂസഫിന്റെയും ലുബിഷാദിന്റെയും കുടുംബങ്ങൾ ഒരുമിച്ചായിരുന്നു പെരുന്നാൾ ആഘോഷിക്കാനായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയത്. 4 കുട്ടികൾ ഉൾപ്പെടെ 9 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. എന്തായാലും 2 പേരുടെയും വിയോഗം തൃത്താല എന്ന ഗ്രാമത്തിനും പ്രവാസി സമൂഹത്തിനും നികത്താനാകാത്ത നഷ്ടം തന്നെയാണ്. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം.